ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഒരു പ്രത്യേക കിടിലൻ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് മീൻകറി ഇതിനു മുമ്പ് തന്നെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും ഈ കറിക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ മുഴുവനും കണ്ടു നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കേരക്കറിക്കായിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മീൻകറി പല രീതിയിലും വെക്കാം. പല രീതിയിലുള്ള മീൻകറികൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ കറി ചെയ്ത് നോക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കൊരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. അല്പം മതി, ഒരുപാട് ചേർത്താൽ അത് കഴിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും ഒക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഒരു സവാള ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ് കറിവേപ്പില ചേർക്കാം. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളക് കുറച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളത് ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും, ഇടിച്ച് പിടിച്ചിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിൽ നല്ലോണം കിട്ടും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനൊരു 2.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഇതൊരു 3 ടീസ്പൂൺ വരെ ചേർക്കാം. കാരണം അതിനധികം എരിവുണ്ടാവില്ല. ഇതിനെല്ലാം എരിവും ഉണ്ട്, അത്യാവശ്യം കളറും ഉള്ളൊരു മുളക് പൊടിയാണ്. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ കുടംപുളി ചേർക്കാം. ഞാൻ 2 കഷ്ണം കുടംപുളി കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിച്ചതാണ്. ആ കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ചേർക്കാൻ പോവുകയാണ്, കഞ്ഞിവെള്ളം. ഇത് ഞാൻ ഇത്രയും ചേർക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ ഒരു ബൗളിൽ കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. അങ്ങനെ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻകറി നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ മീനകത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും നമ്മൾ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. നമ്മൾ സാധാരണ കഞ്ഞിവെള്ളം വെച്ച് രസമൊക്കെ ഉണ്ടാക്കുമല്ലോ, മീൻ കറിയിലും കൂടെ നിങ്ങളൊന്ന് ചേർത്ത് നോക്കണം. കിടിലൻ ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത് ഇന്ദുപ്പാണ്. ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് 300 ഗ്രാം കേരയാണ്. അതിൻ്റെ ആ കറുത്ത ഭാഗമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് എടുത്തിട്ടുള്ള പീസസാണ്. നമുക്കത് ഇട്ട് കൊടുക്കാം. ചൂരയെക്കാളും എന്തുകൊണ്ടും ടേസ്റ്റുള്ള മീനല്ലേ കേര. നമുക്ക് അച്ചാറിടാനും കറി വെക്കാനും വറുക്കാനും ഒക്കെ കിട്ടില്ല ടേസ്റ്റുള്ള സാധനങ്ങളുടെ ഹൽവ കഴിക്കുന്ന പോലത്തെ പീസസാണ്. കണ്ടോ, മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കരുത്. ഇനി മീനൊക്കെ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമ്മുടെ കറി ഇതേ നന്നായിട്ട് തിളച്ച് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ കിടന്ന് ചെറിയ തീയിൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ആ കളറ് കണ്ടോ, നല്ല കിടിലൻ ടേസ്റ്റാണ്. അടിപൊളി മണമാണ് നമ്മുടെ ഈ മീൻ കറി. നമുക്ക് കപ്പയുടെ കൂടെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഒരു പ്ലേറ്റ് കപ്പ പോകുന്ന വഴി അറിയത്തില്ല. കിടിലൻ ടേസ്റ്റാണ്. അപ്പം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഒരുപാടൊന്നും ഇളക്കരുത്. ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു മണം ഇരിക്കട്ടെ.
കറി നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഒരുപാട് ഗ്രേവി വേണ്ട, നന്നായിട്ട് വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം. അല്ല ഗ്രേവിയോട് കൂടി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ വാങ്ങാം. ഇത് തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കണം കേട്ടോ. അതാണ് ഈ മീൻകറിയുടെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും അത് ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.